നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണല്ലോ. ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്ന ആദ്യ മത്സരം പാകിസ്ഥാൻ്റെ കളിയാണ്. രാവിലെ 11 മണിക്ക് പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടുന്നു. അതിനുശേഷം വൈകിട്ട് 3 മണിക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളിയുണ്ട്. അവർ സ്കോട്ട്ലൻഡുമായിട്ട് കളിക്കുന്നു. പിന്നെ 7 മണിക്കാണ് ഇന്ത്യയുടെ കളി വാങ്കഡെ സ്റ്റേഡിയത്തിൽ. അതിന് മുന്നോടിയായിട്ട് ഓപ്പണിംഗ് സെറമണി ഉണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. നമുക്കിവിടെ കളിയിലേക്ക് വരാം. ഇന്ത്യ വേഴ്സസ് USA മത്സരം, ഉദ്ഘാടന മത്സരം. USA എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ടീമാണ്, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ USA ദേശീയ ടീമിൽ 4 പ്ലേയേഴ്സ് മാത്രമാണ് USA ജനിച്ചവരുള്ളത്. അവരെല്ലാവരും ഇമിഗ്രൻസിൻ്റെ മക്കളുമാണ്. ബാക്കി 11 താരങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ് ആണെന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബാക്കി 11 താരങ്ങളിൽ 3 ഓഫ് ദോസ് വേർ ബോൺ ഇൻ പാകിസ്ഥാൻ. 3 പേര് പാകിസ്ഥാനിൽ ജനിച്ചവരാണ്. പിന്നെ അവരുടെ ക്യാപ്റ്റൻ മൊനാങ്ക് പട്ടേലും ബാക്കി 4 താരങ്ങളും എന്ന് പറഞ്ഞാൽ 5 താരങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഇന്ത്യക്കാരായിട്ട് ജനിച്ചവരാണ്. ഇപ്പം അവർ USA സിറ്റിസൻസ് ആണ്. പക്ഷേ മൊനാങ്ക് റീസെൻ്റ്ലി പറയുകയുണ്ടായി, ഇപ്പോൾ ഇന്ത്യൻ, പാകിസ്ഥാനി അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ USA റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ. ഈ ടീമിൽ ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, സൗത്ത് ആഫ്രിക്കക്കാർ, ശ്രീലങ്കക്കാരായിട്ടുള്ള ഇമിഗ്രൻസ് ആണ് ഈ ടീമിലുള്ളത് എന്ന കാര്യം നോക്കുക. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഹർമീത് സിംഗ് ഉണ്ട്. ഹർമീത് സിംഗ് ഇന്ത്യയുടെ അണ്ടർ 19 ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിച്ച ആളാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിലുണ്ടായിരുന്നു. പിന്നെ ത്രിപുരയ്ക്ക് വേണ്ടി വിജയഹസാരെ ട്രോഫിയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ ഒരു സീസണിൽ അദ്ദേഹം എടുത്തിരുന്നു. അങ്ങനെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ വിളിപ്പേര് ഉണ്ടായിരുന്ന ഒരു കളിക്കാരനാണ് അദ്ദേഹം. ഇപ്പോൾ അവർക്ക് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായിട്ടുള്ള ഇന്ത്യക്കെതിരെ USA ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെയാണ് USA ഒരു ടീം, കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്ത്യയുടെ ടീം ന്യൂസിലേക്ക് വരാം. വാഷിങ്ടൺ സുന്ദർ സ്റ്റിൽ റിക്കവറിങ് ഫ്രം എ സൈഡ് സ്ട്രൈൻ. അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ല. അപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള വാമപ്പ് മത്സരത്തിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിലുണ്ട് സ്റ്റിൽ, പക്ഷേ ഇന്ന് കളിക്കാൻ റെഡിയല്ല. അദ്ദേഹം അക്സർ പട്ടേലിൻ്റെ ബാക്കപ്പ് ആണല്ലോ, ഫസ്റ്റ് ചോയ്സ് സ്പിൻ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ അക്സർ പട്ടേൽ തന്നെയായിരിക്കും കളിക്കുക. ഹർഷിദ്റാണ് ഇപ്പോൾ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ടൂർണമെൻറ്റിൽ നിന്ന്. മുഹമ്മദ് സിറാജിനെ പകരം സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യം കണ്ടുവരണം, സാധ്യത കുറവാണ്. തിലക് വർമ്മ എന്തായാലും ഫിറ്റ്നസ് എല്ലാം തിരികെ പിടിച്ച് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഒരു ടീം ന്യൂസ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു 11 നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ കഴിഞ്ഞ സന്നാഹ മത്സരത്തിലൊക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സഞ്ജു തുടർച്ചയായിട്ട് ന്യൂസിലാൻഡിനെതിരെയുള്ള സീരീസിൽ പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം 11 നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ നമ്പർ 3-ൽ, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ നമ്പർ 4-ൽ വരും. ദെൻ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, നമ്പർ 9-ൽ അർഷ്ദീപ് സിംഗ്, ദെൻ ജസ്പ്രീത് ബുംറ, നമ്പർ 11 വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യ ഇന്ന് ഇറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 11. ദെൻ USA കാര്യത്തിൽ ആൻഡ്രിസ് ഗൗസ് കഴിഞ്ഞ അവരുടെ T20 മത്സരം മിസ് ചെയ്തതാണ്. അതായത് നോർത്ത് അമേരിക്ക T20 കപ്പ് കഴിഞ്ഞ ഏപ്രിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ആൻഡ് ഓപ്പണറായിട്ട് മടങ്ങിയെത്തും പ്ലേയിങ് ലെവലിലേക്ക്. പിന്നെ മറ്റ് താരങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം 11 നോക്കാം. അവരുടെ സ്ക്വാഡ് ഇങ്ങനെയാവാം, 11 ഇങ്ങനെയാവാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി സൈതേജ മുക്കമ്മല, ഒപ്പം ആൻഡ്രിയസ് ഗൗസ്, ഇവർ ചേർത്തുകൊണ്ട് ഓപ്പൺ ചെയ്തേക്കും. ദെൻ ഷയാൻ ജഹാംഗീർ നമ്പർ 3-ൽ, അതുപോലെ മൊനാങ്ക് പട്ടേൽ നമ്പർ 4-ൽ ക്യാപ്റ്റൻ. ദെൻ നമ്പർ 5-ൽ മിലിന്ദ് കുമാർ, ദെൻ ഹർമീത് സിംഗ്, അതിനുശേഷം ശുഭം രഞ്ജനെ, മുഹമ്മദ് മൊഹസിൻ നമ്പർ 8-ൽ, പിന്നെ ഷാർലി വാൻ ഷാൽവിക്ക് നമ്പർ 9-ൽ, സൗരഭ് നേത്രവൽക്കർ നമ്പർ 10-ൽ, അലി ഖാൻ നമ്പർ 11-ൽ. ഇതാണ് അവരുടെ ഒരു 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്നാഹ മത്സരത്തിൽ അവർ കിവീസിനെതിരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്ന കാര്യം ഓർക്കുക. പിച്ച് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വാങ്കഡയിലാണ് റൺ ഒഴുകും എന്ന കാര്യം ഉറപ്പാണ്. 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും.
നല്ല രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രാക്കിൽ വലിയ സ്കോർ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് ഒരു തകർപ്പൻ വിജയത്തോടുകൂടി USA തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ടീം ഇന്ത്യക്ക് തുടങ്ങാനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.